നമസ്തേ. നമസ്കാരം. നമസ്കാരം. ബഹുമാന്യനായ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യ ദിവസങ്ങളിലെല്ലാം അവരെടുക്കുന്ന തീരുമാനങ്ങൾ അക്ഷരാർത്ഥത്തിൽ കയ്യടി നേടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജനഹിതങ്ങളായ അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളും ഒപ്പം പാർട്ടിക്കാരെ കൂടി തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങൾ, ഉത്തരവുകളൊക്കെയായി വി ഡി സതീശൻ മന്ത്രിസഭ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമുക്കതിൽ എടുത്തു പറയാവുന്ന കാര്യങ്ങൾ, ആദ്യ ദിവസം തന്നെ ആശാ വർക്കർമാരുടെ ഓണറേറിയം 3000 രൂപയാക്കി. അംഗൻവാടി ടീച്ചേഴ്സ്, അതുപോലെ പാചകത്തൊഴിലാളികൾ എന്നിവർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചു. പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർണായകമായ ഒരു സന്തോഷം നൽകുന്ന കാര്യം, നവകേരള യാത്ര നടക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ, ഇന്നത്തെ ആലപ്പുഴ MLA ആയ തോമസിനെ അടക്കമുള്ള ആളുകളെ മൃഗീയമായി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനായ പിണറായി വിജയന്റെ ഗൺമാന്മാര്, സുരക്ഷാ ഉദ്യോഗസ്ഥരും മൃഗീയമായി മുളവടി കൊണ്ട് ആക്രമിച്ച് തല തല്ലിപ്പൊളിച്ച കേസിൽ രക്ഷാപ്രവർത്തനത്തിൽ കോടതിയുടെ ഉത്തരവ് പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ ചെയ്തികളെ ചോദ്യം ചെയ്തുകൊണ്ട് ആ അന്വേഷണം വീണ്ടും മുഖ്യമന്ത്രി എന്ന രീതിയിൽ വി ഡി സതീശൻ അതിന് ഉത്തരവിടുന്നു. വീണ്ടും അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിടുന്നു. പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം. പിന്നീടും സ്വന്തം പാർട്ടിക്കാരെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് 4 വർഷം പൂർത്തിയാക്കിയാൽ മാത്രമേ പെൻഷന് അധികാരമുണ്ടാകുകയുള്ളൂ, അർഹതയുണ്ടാകുകയുള്ളൂ എന്ന് ഏവരെയും, അതായത് കോൺഗ്രസിനെ പോലും ഞെട്ടിക്കുന്ന, ഘടകകക്ഷികളെ പോലും ഞെട്ടിക്കുന്ന ഒരു തീരുമാനം, അതിന് അത്തരത്തിലൊരു ഉത്തരവ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്ന് വരുന്നു. കൂടാതെ ഇന്നലെ ഇറങ്ങിയ മറ്റൊരു വാർത്ത പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, TP ചന്ദ്രശേഖരൻ വധക്കേസ് കേരളത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയൊരു കേസായിരുന്നു. അവിടെ ആ കൊലക്കേസിൽ ഡമ്മി പ്രതികളെ, അല്ലെങ്കിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത കൊട്ടേഷൻ ടൂളുകളായി വർത്തിച്ച ആളുകളെ കോടതി കണ്ടെത്തുകയും ശിക്ഷിക്കുകയും അവർ ഇപ്പോൾ ജയിലിൽ കഴിയുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ അതിൽ ആ ഗൂഢാലോചനയിൽ പങ്കെടുത്ത, ആ കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യം, കൊടിസിന് ഉൾപ്പെടെയുള്ള TP ചന്ദ്രശേഖരനെ വധിച്ച ആളുകൾക്ക് TP ചന്ദ്രശേഖരനുമായി യാതൊരു തരത്തിൽ ശത്രുതയില്ല. അങ്ങനെയെങ്കിൽ അതവർ CPM വേണ്ടി ചെയ്ത കൊലപാതകമാണ് എന്നാണ് TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ MLA ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ CPM നിന്ന് സമുന്നതരായ നേതാക്കൾ ആരൊക്കെയാണ് TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്ത്, ആ ഗൂഢാലോചന അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് KK രമേശ് ചെന്നിത്തല കണ്ടിരിക്കുന്നു. അതിന് ഏതാണ്ട് തത്വത്തിൽ അംഗീകാരമായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ മറ്റൊരു തീരുമാനം കൂടി പുറത്തു വരുന്നു. മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ വീടിന് അടച്ചിട്ട പിണറായിയിലെ പാണ്ഡ്യാലമുക്കിലുള്ള വീട്, 10 വർഷമായ വീട് അടഞ്ഞു കിടക്കാണ്, താമസമല്ലോ, വല്ലപ്പോഴും ആരെങ്കിലും വന്നു പോകും. പക്ഷെ ആ വീടിന് മുന്നിൽ മതിലിന് പുറത്ത് 10 വർഷമായ ഒരു പോലീസ് ജീപ്പിൽ ഒരു 5-6 പോലീസുകാരും 2 SIമാരും രാപ്പകൽ വീടിന് കാവൽ നിൽക്കുന്നു. പിണറായി വിജയന്റെ വീടിന് സുരക്ഷ ഒരുക്കുന്ന വേണ്ടി. ഏറ്റവും മൃഗീയമായ, കേരളം കണ്ട ഏറ്റവും കെടുകാര്യസ്ഥത ഉദാഹരണം തന്നെയാണ്. കാരണം ഈ പോലീസുകാർക്ക്, അവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് പൊരി വെയിലത്ത് മഴയത്ത് ജീപ്പിൽ കയറിയിരിക്കേണ്ടി വരും. പ്രാഥമിക കൃത്യനിർവഹണത്തിന് പോലും അവർക്ക് യാതൊരു സൗകര്യങ്ങളില്ല. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അയൽവക്കത്ത് വീട്ടിലോ ഏതെങ്കിലും ഒഴിഞ്ഞ പറമ്പിലോ പോകേണ്ട അവസ്ഥയാണ്. സാധാരണഗതിയിൽ VIP-മാരുടെ വീടുകൾക്ക് ഇങ്ങനെ സുരക്ഷ ഏർപ്പെടുത്താറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പ്രാഥമിക കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഈ വീടിന്റെ ഔട്ട് ഹൗസുകൾ അനുവദിച്ചുകൊണ്ടാണ് ചെയ്യാറുള്ളത്. ഇത് മതിലിന് വെളിയിൽ പൂട്ടിയിട്ട് ഗേറ്റിന് വെളിയിലാണ് ഈ പോലീസുകാർ, ഒരു പോലീസ് ജീപ്പ് 10 വർഷമായി അവിടെ കിടക്കുന്നു. ഇപ്പം ആ പോലീസ് ജീപ്പ് അവിടെ നിന്ന് മാറ്റാൻ സുരക്ഷ പിൻവലിച്ചിട്ടുണ്ട്. ആ പോലീസ് ജീപ്പ് അവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ തള്ളി കൊണ്ടുപോകേണ്ടി വരും, കെട്ടി വലിച്ചുകൊണ്ട് പോകേണ്ടി വരും. 10 വർഷമായിട്ട് അത് അനങ്ങാതെ കിടക്കുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും മെക്കാനിക്കിനെ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ച് 3-4 ദിവസം പണിയെടുപ്പിച്ച് നീക്കി കൊണ്ടുപോകേണ്ടി വരും. ഇത്തരത്തിലുള്ള ഉത്തരവ് വന്നിരിക്കുന്നു. കൂടെ വടകരയിൽ ഷാഫി പറമ്പിൽ MLA അവിടെ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ, പാലക്കാട് നിന്ന് അവിടെ എത്തി MP ആയി മത്സരിക്കുമ്പോൾ, അവിടെ വിവാദപരമായൊരു കാഫിർ സ്ക്രീൻഷോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. KK ശൈലജ ടീച്ചർ എതിരാളിയാണ്, ഷാഫിക്കെതിരെ മത്സരിച്ച ആ രാഷ്ട്രീയ എതിരാളിയുടെ പേരിൽ എന്ന രീതിയിൽ കാഫിർ സ്ക്രീൻഷോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കാഫിർ സ്ക്രീൻഷോട്ടിനെ കുറിച്ചും അന്വേഷണം വരുന്നു. അന്നേ ഷാഫി പറമ്പിൽ അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മുറവിളി കൂട്ടിയിട്ടുണ്ടായിരുന്നു. ശൈലജ ടീച്ചറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശൈലജ ടീച്ചർ തോൽപ്പിക്കുന്നതിന് വേണ്ടി പിണറായി പക്ഷത്ത് നിന്ന് കൃത്യമായി തന്നെ ഇറങ്ങിയ ഒരു സ്ക്രീൻഷോട്ടായിരുന്നു അത് എന്നും പറയപ്പെടുന്നുണ്ട്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ, തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ ഏറെക്കുറെ പല സമയത്തും പലയിടങ്ങളിലായി ജോലി ചെയ്തിട്ടുള്ള ഒരാളെന്ന രീതിയിൽ എന്താണ് ഫഫാസിന്റെ അഭിപ്രായം? എനിക്കിതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ അറിയും, അവിടെ വടകര എന്ന് പറഞ്ഞ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഷാഫി പറമ്പിൽ കുറച്ച് വെല്ലുവിളി ഏറ്റിരുന്നു. കാരണം അവിടെ മത സാമുദായിക സമവാക്യങ്ങൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടുപേർക്കും തുല്യ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ശൈലജ ടീച്ചറുടെ കാര്യം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ആരോഗ്യ വകുപ്പിൽ പ്രവർത്തിച്ച് നല്ലൊരു ഇമേജ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് വന്നു കഴിഞ്ഞാലും
വടകര പിടിക്കുന്നുള്ളത് ഉറപ്പായിരുന്നു ശൈലജ ടീച്ചർ. അത്തരത്തിൽ നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്നു അവിടെ ശൈലജ ടീച്ചർക്ക്. അല്ല, അവിടെ കെ മുരളീധരൻ ഒരു ഇമ്പാക്ട് വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കോൺഗ്രസിന്റെ. അപ്പൊ അതിലാണ് ഈ ഷാഫി പറമ്പിലിനെ ഇറക്കിയത്. ഈ മത സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായി മുസ്ലിം ലീഗിന് നിർണായകമായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അപ്പൊ അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പിലിനെ ഇറക്കിയത് എന്നുള്ളതാണ് മാറ്റിയത്. തൃശ്ശൂർ പിടിക്കാൻ വേണ്ടി മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അവിടെ ഈ ഷാഫി പറമ്പിൽ ചെല്ലുമ്പോൾ തീർച്ചയായും മുസ്ലിം ലീഗിന്റെ പിന്തുണ കിട്ടും എന്നറിഞ്ഞതോടുകൂടി കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കി അവിടെ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ എന്ന മട്ടിൽ ശൈലജയെ തുരത്തുക എന്നുള്ളതായിരുന്നു പിണറായിയുടെ ഉദ്ദേശം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പറയൂ. അത് അങ്ങനെ തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ മതസാമുദായിക കാര്യങ്ങൾ നോക്കുമ്പോൾ എന്തുകൊണ്ടും വരെ ഈക്വൽ എഡ്ജാണത്. പിന്നെ ശൈലജ ടീച്ചർ ഇമേജ് കൂടി അവിടെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു എഡ്ജ് കൂടുതൽ ശൈലജ ടീച്ചർക്ക് തന്നെയാണ്. പിന്നെ അതൊന്ന് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത മറ്റൊരു കാര്യമാണ്, ഷാഫി എന്ന് പറഞ്ഞ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആണ്, ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്ന ഒരാൾ. അപ്പം എന്തുകൊണ്ടും ഒരു മത ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളൊരു സാധനം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിനിങ് നടന്നതും. ഒരു കാഫിർ എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം ടെർമിനോളജിയാണ്. ഇസ്ലാമിൽ കാഫിർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മതത്തിൽപ്പെടാത്തൊരു വിശ്വാസി എന്നുള്ള സാധനമാണ്. അപ്പോൾ നമ്മുടെ മതവിശ്വാസികളുടെ വോട്ട് മൊത്തം ഷാഫിക്ക് കൊടുക്കണം എന്നുള്ളൊരു സാധനമാണ് അവിടെ പറയാണ്ട് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വലിയ തരത്തിലോട്ട് പ്രശ്നത്തിലോട്ട് പോകും. പിന്നെ മുസ്ലിങ്ങൾക്ക് തന്നെ രണ്ട് വിഭാഗമുണ്ട്, ഭയങ്കര എക്സ്ട്രാ എന്താ പറയുക ഓർത്തഡോക്സ് വിഭാഗമുണ്ട്, ഈ പറഞ്ഞ പോലെ ലിബറലായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ലിബറലായി നിൽക്കുന്നവരുടെ വോട്ട് CPM പോകും. അതേപോലെ തന്നെ ഹിന്ദു വിഭാഗത്തിൻ്റെ വോട്ട് CPM പോകും, ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ട് CPM പോകും. അങ്ങനെ എല്ലാം കൊണ്ടും CPM സുഖമായി ജയിച്ചു വരാം എന്നുള്ളൊരു സമ്പ്രദായം, മത ധ്രുവീകരണം തന്നെ ഉദ്ദേശിച്ചത് അവിടെ. അതെ, ഇൻഡയറക്ട്ലി ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ പോയി കണ്ട് ഷാഫി മുസ്ലിമാണ് അവന് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആരും നടക്കില്ല കാര്യമില്ല. അപ്പോൾ ഇൻഡയറക്ട്ലി ഇത്തരത്തിലുള്ള ഒരു പ്രൊപ്പഗണ്ട ആൾക്കാർക്ക് ഇടയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് വർക്കാവും. അപ്പം ആ ഒരു സാധനം കൃത്യമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സാധനം ഇട്ട്, പക്ഷെ ഈ പറഞ്ഞ പോലെ അത് നടന്നില്ല എന്നുള്ളതാണ് അവിടെ തിരിച്ചടിയായെന്ന് മാത്രമല്ല ശൈലജ ടീച്ചറെ തോൽവിയിലേക്ക് ആക്കം നയിച്ചത് ഈ പറഞ്ഞ പോലെ ഈ ഒരൊറ്റ ക്യാമ്പയിനിങ് കൂടിയാണ്. ഗംഭീര ഭൂരിപക്ഷം നേടി ഷാഫി, അത് എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ്. അപ്പം ശൈലജ ടീച്ചറെ പോലൊരു നേതാവിനോട് ഇത്ര വലിയൊരു തരത്തിലുള്ളൊരു വിജയം നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ഇത്ര വലിയ മത ധ്രുവീകരണം നടക്കാൻ നോക്കിയിട്ട് പോലും. എന്നിട്ട് എനിക്ക് തോന്നുന്നു ആദ്യം ഇതിന് കേസ് കൊടുത്ത് ഷാഫി പറമ്പിൽ തന്നെയാണ് ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടും കൃത്യമായിട്ട് ശൈലജ ടീച്ചറും പറയുന്നു ഇത് അന്വേഷിക്കണം എന്നുള്ള. രണ്ട് കാൻഡിഡേറ്റും കൊടുക്കുന്നു, പക്ഷേ ഈ പറഞ്ഞ പോലെ പരാതി എങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കറിയാം ആഭ്യന്തര വകുപ്പ് ആരെ കയ്യിലായിരുന്നു ആ സമയത്ത് എന്നുള്ളതും, അപ്പോൾ എന്തുകൊണ്ട് പിന്നെ നടപടി മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളതും, കുറ്റവാളിയെ എന്തുകൊണ്ട് പിടിച്ചിട്ടില്ല എന്നുള്ളതും, ഏത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഈ സാധനം പിന്നെ ഷെയർ ചെയ്യപ്പെട്ടതെന്നുള്ളതും, ആരാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ളതും. കാരണം സൈബർ വിങ് എല്ലാം കിടക്കുന്നത് ഈ പറഞ്ഞ പോലെ പിണറായി വിജയന്റെ കയ്യിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാം കൊണ്ടും അവർ പിന്നീട് ഈ നിശബ്ദത പാലിച്ചത് ഇത് അവസാനം എത്തിച്ചേരുന്നത് ഒരു വ്യക്തിയിലോട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പാർട്ടിയിലോട്ടായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് അവർ ഈ വിഷയത്തിൽ അവിടെ സൈലന്റ് കീപ്പ് ചെയ്തത് എന്നുള്ളതാണ്. എന്തായാലും അത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഒരുപക്ഷെ അങ്ങനെ പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു നിരീക്ഷണം ശരിയല്ല. കാരണം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശൈലജ ടീച്ചറെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിന്റെ അറിവോടും സമ്മതത്തോടു കൂടി അവരുടെ സൈബർ വിങ്ങുകളാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് എങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ അവിടെ വിജയിച്ചിട്ടുണ്ട്. കാരണം ശൈലജ ടീച്ചറെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം ശൈലജ ടീച്ചറെ MP ആയി തോൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവരുടെ സ്ഥാനാർത്ഥിത്വത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊരു അല്ലെങ്കിൽ അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് മാറ്റി നിർത്താം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതെന്തായാലും തുടർന്നു വന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് കണ്ടതാണ്. പക്ഷേ അന്നത്തെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. കാരണം ഇവർക്ക് അത്രത്തോളം ജയസാധ്യതയില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇമേജ് ഇല്ല, പ്രതിച്ഛായ ഇല്ല എന്ന് വരുത്തി തീർത്ത് വീണ്ടും 3.0 ആവർത്തിക്കാനിരിക്കുന്ന പിണറായി വിജയന്റെ ആ ഒരു മന്ത്രിസഭയിലേക്ക് ശൈലജ ടീച്ചർ കടന്നു വന്നൊരു ശല്യമാകാതിരിക്കാൻ വേണ്ടി അവർ ഒഴിവാക്കുന്നതിന്റെ ഭാഗം തന്നെയായിരുന്നു വടകരയിലേക്ക് വിട്ടത്. അതിനുശേഷം പിന്നീട് അവരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള സമ്മർദ്ദങ്ങൾ 2026 വന്നു കഴിഞ്ഞപ്പോൾ നോക്കൂ, അവരുടെ സുരക്ഷിത മണ്ഡലമായ മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതും അവിടെ കൃത്യമായി വായിക്കുമ്പോൾ ഈ കാഫിർ സ്ക്രീൻഷോട്ടും ഈ പേരാവൂരിലേക്ക് അവരെ മാറ്റി മത്സരിപ്പിക്കലും എല്ലാം നോക്കുമ്പോൾ ശൈലജ ടീച്ചർ എന്ന ആളെ ഏതു വിധേനയും രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുക എന്നുള്ള പിണറായി വിജയന്റെ ഗൂഢതന്ത്രം അല്ലെങ്കിൽ രാഷ്ട്രീയ ചാണക്യതന്ത്രം തന്നെയാണ് അതിൽ പ്രതിഫലിക്കുന്നത്. അതും അവസാന ഘട്ടത്തിലാണ് ഈ ശൈലജ ടീച്ചർ അവിടെ നിന്ന് മാറ്റുന്നത്. ശൈലജ ടീച്ചർ അവിടെ മട്ടന്നൂരിൽ പ്രവർത്തിച്ച് തുടങ്ങിയായിരുന്നു. മീൻസ് എല്ലാ ബൂത്ത് ലെവലിലെ പ്രവർത്തനം തുടങ്ങിയായിരുന്നു, ആൾക്കാർക്കിടയിൽ പോയിട്ടുള്ള പ്രവർത്തനം തുടങ്ങിയായിരുന്നു, ക്യാമ്പയിൻ എല്ലാ സാധനവും തുടങ്ങിയായിരുന്നു. പക്ഷെ അവസാനം ഈ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടുന്ന് മാറ്റിയിട്ട് സണ്ണി ജോസഫിനെതിരെയുള്ള സ്ഥലത്ത് അവിടെ ഇട്ടു. നമുക്കറിയാം എങ്ങനെ വന്നാലും ശൈലജ തോൽക്കുന്നത്, കാരണം കോൺഗ്രസിന്റെ ഒരു കുത്തക കോട്ടയാണ്. അതെ, അപ്പൊ അത്തരത്തിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അതെ അവർക്ക് അറിയാമായിരുന്നു ഇത് തോൽപ്പിക്കാം. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വടകര കൊണ്ടുപോയിട്ടത് എന്തിനാണെന്നുള്ളത് വ്യക്തമാണ്. അതേപോലെ അവിടെ കൊണ്ടുപോയിട്ടത്
ചെയ്തതും എന്തിനാന്നുള്ളത് വ്യക്തമാണ്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ എന്നുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്തൊരു കാര്യം മാത്രമാണ്. തീർച്ചയായും ഇപ്പോൾ അതിൻ്റെ ഒരു ഇത് കൂട്ടി വായിക്കുമ്പോൾ 2026 അനുഭവം നോക്കി കാണുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ വടകരയിൽ നിന്നും ശൈല ടീച്ചറെ പേരാവൂരിലേക്ക്, മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക് മാറ്റുമ്പോൾ തീർച്ചയായും ഈ ഇവിടെ കാഫിർ സ്ക്രീൻഷോട്ട് എന്തിനു വേണ്ടിയാണ് നടന്നത് എന്നുള്ളത് വളരെ ആ ചിത്രം വ്യക്തമാകാണ്. ഉന്നം ശൈലജ ടീച്ചർ തന്നെയായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ രാഷ്ട്രീയപരമായും അല്ല എന്നുണ്ടെങ്കിൽ വ്യക്തിപരമായും CPM-ൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ പല അന്വേഷണങ്ങളും ഒന്നിനു പുറകെ ഒന്നായി പ്രഖ്യാപിക്കുന്ന ഈ അവസരത്തിൽ ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധത്തിൻ്റെ ഗൂഢാലോചന അന്വേഷിക്കുന്നു, രക്ഷാപ്രവർത്തനത്തിൻ്റെ ഗവൺമെന്റ്മാരുടെ മർദ്ദനത്തെക്കുറിച്ചുള്ള അത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ, കേസുകളെല്ലാം അന്വേഷിക്കപ്പെടുന്നു. കൂട്ടത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് അന്വേഷിക്കപ്പെടുന്നു. പിണറായി വിജയൻ്റെ സുരക്ഷ പിൻവലിക്കുന്നു, വീടിന് മുന്നിലുള്ള വണ്ടി നീക്കം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ ഇത് കഷ്ടകാലമാണ്. പണ്ടൊരു മാമ്പഴക്കാലം എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ പിണറായി വിജയൻ ഇത് കഷ്ടകാലത്തിൻ്റെ ഒരു പൂക്കാലമായി മാറുന്നു. ഇനി എന്താണ് പിണറായി വിജയൻ എന്ന നേതാവിന് രാഷ്ട്രീയമായി സംഭവിക്കുക? ഒരുപക്ഷെ പോളിറ്റ് ബ്യൂറോ എന്നുള്ള ആ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് വരെ സമ്മർദ്ദം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയേണ്ടതായി വരുമെന്നൊക്കെ പല കമൻറ്റുകളിലും പല ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. പല മീഡിയാസിലും വന്നിട്ട് പല രാഷ്ട്രീയ നിരീക്ഷകരും അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക.